വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. ഒരു മൂന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു മൂന്നാം ലോക മഹായുദ്ധം വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്തായിരിക്കും? ഇന്ത്യ ആർക്കൊപ്പം നിൽക്കും? ഇത് എസ്കലേറ്റ് ആയി രൂക്ഷമായിട്ട് ഇതൊരു വേൾഡ് വാറിലേക്ക് വന്നാൽ ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്തായിരിക്കും? ഇന്ത്യ ആർക്കൊപ്പം നിൽക്കും? ഇന്ത്യ റഷ്യന്റെ ഒപ്പം നിൽക്കുമോ? ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ, വേൾഡിലെ കറന്റ് സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും ഉക്രൈൻ റഷ്യ വാർ എടുത്തു കഴിഞ്ഞാൽ, ഉക്രൈൻ റഷ്യ വാർ തുടങ്ങിയിട്ട് ഏകദേശം 1000 ദിവസം പിന്നിട്ട് കഴിഞ്ഞു. ഇതുവരെ അതിനൊരു എൻഡ് വന്നിട്ടില്ല. എന്നാൽ ആ ഒരു പ്രശ്നം ഇപ്പം ഈ ഒരാഴ്ചന്റെ ഉള്ളിൽ അത് രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള കാരണം എന്താണ്? അങ്ങനെ രൂക്ഷമായി കഴിഞ്ഞാൽ ഇത് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോകുമോ? നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ഈ ഒരാഴ്ചന്റെ ഉള്ളിൽ ഇത് രൂക്ഷമാവാനുള്ള റീസൺ നോക്കാം. അതിന്റെ റീസൺ എന്ന് പറയുന്നത്, സാധാരണ രീതിയിൽ ഇവര് മിസൈൽസ് ഒക്കെ അയക്കാറുണ്ട്. എന്നാൽ ആദ്യമായിട്ടാണ് US ബാക്ക് ആയിട്ടുള്ള US-ന്റെ ഒരു മിസൈൽ ഉക്രൈൻ എന്ത് ചെയ്യുന്നത്, റഷ്യൻ ടെറിട്ടറിയിലേക്ക് അയക്കുന്നത്. ഇതുവരെയുള്ള മിസൈൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പറയുന്നത് ഈ ഒരു ഏരിയയിലായിരുന്നു. കാരണം ഈ ഏരിയ എന്ന് പറയുന്നത് റഷ്യ ഒക്യുപ്പൈഡ് ഉക്രൈൻ, അതായത് ഉക്രൈന്റെ സ്ഥലമാണ്, പക്ഷെ റഷ്യ ഒക്യുപ്പൈ ചെയ്യുന്നേ ഉള്ളൂ. എന്നാൽ ആദ്യമായിട്ടാണ് റഷ്യന്റെ ഉള്ളിലേക്ക് ഒരു US മെയ്ഡ് ആയിട്ടുള്ള ഒരു മിസൈൽ അയക്കുന്നത്. മിസൈൽ എന്ന് പറയുന്നത് ATCMS എന്ന് പറഞ്ഞ മിസൈലാണ്. ഈ മിസൈലിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 140 മുതൽ 300 കിലോമീറ്റർ വരെയാണ് ഇതിന്റെ റേഞ്ച് വരുന്നത്. ഓക്കെ. അതേസമയം ഇത് മാത്രമല്ല, വേറൊരു കാര്യം കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം, അതായത് ഈ ഒരു മിസൈലിന് ശേഷം അവിടെ വേറൊരു ഉക്രൈൻ ഒരു മിസൈലും കൂടി അയച്ചിട്ടുണ്ട്. അതായത് US-ന്റെ 6 മിസൈൽസ് ആണ് അയച്ചത്. അതിൽ 5 മിസൈൽസ് S-400 ഒക്കെ വെച്ചിട്ട് റഷ്യ അത് തടഞ്ഞു, ഡിഫീറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള. പക്ഷെ ഒരു മിസൈൽ അവിടെ പതിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. എന്നാൽ അതിനുശേഷം തന്നെ ഉക്രൈൻ എന്ത് ചെയ്തിട്ടുണ്ട്, UK മെയ്ഡ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോം ഷാഡോ എന്ന് പറഞ്ഞ ഒരു മിസൈൽ. ഈ മിസൈൽ ക്രൂയിസ് മിസൈലാണ്. മറ്റേത് US-ന്റേത് ബാലിസ്റ്റിക് മിസൈൽ ആയിരുന്നു അയച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ. എന്നാൽ ഈ ഒരു മിസൈലും കൂടി അയച്ചിട്ടുണ്ട് റഷ്യയിലേക്ക്. ഈ മിസൈലിന്റെ ഒരു ഇതെന്ന് പറയുന്നത്, റേഞ്ച് എന്ന് പറയുന്നത് അബൌട്ട് 250 കിലോമീറ്റർ ആണ് ഇതിന്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ. നമുക്ക് ആദ്യം ക്രൂയിസ് മിസൈലും അതുപോലെ ബാലിസ്റ്റിക് മിസൈലും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. വ്യത്യാസം എന്ന് പറയുന്നത്, ക്രൂയിസ് മിസൈൽ എന്ന് പറയുന്നത് താഴോട്ട് പോകുന്നതായിരിക്കും. അതെന്ന് പറഞ്ഞാൽ ഫുള്ളി ഫ്യൂവൽഡ് ആയിരിക്കും, അതായത് ആക്യുറസി കൂടുതലായിരിക്കും. കാരണം നമുക്കൊരു GPS അങ്ങനത്തെ സെറ്റപ്പ് ആക്കിയിട്ടായിരിക്കും ഇത് അയക്കുന്നുണ്ടാക്കുക. അതായത് ആക്യുറേറ്റ് ആയിട്ടുള്ള ഏത് മൂവിംഗ് ഒബ്ജക്റ്റിലേക്കൊക്കെ അയക്കാൻ പറ്റുന്ന ഒരു മിസൈലാണ് ക്രൂയിസ് മിസൈൽ എന്ന് പറയുന്നത്. എന്നാൽ ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുന്നത്, ഇവിടുന്ന് ഈ മുകളിലേക്ക് പോകുന്നത് വരെ ഇതിന് ഫ്യൂവൽ ആവശ്യമുള്ളൂ. അതിനുശേഷം താഴോട്ടേക്ക് വരാൻ ഫ്യൂവൽ വേണ്ട. അത് ഗ്രാവിറ്റേഷൻ ഫോഴ്സും അതുപോലെ എയറും കാര്യങ്ങളൊക്കെ, എയർ റെസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ അതൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇമ്മൂവബിൾ ആയിട്ടുള്ള ഐറ്റംസിനെ പറ്റും. മൂവബിൾ ആയിട്ടുള്ള സാധനങ്ങൾക്ക് ഈ ബാലിസ്റ്റിക് മിസൈൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ഇനി നമുക്ക് ഈ ഒരു പ്രശ്നത്തിന് ശേഷം റഷ്യന്റെ സ്റ്റാൻഡ് എന്താണെന്ന് നോക്കാം. റഷ്യന്റെ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ, റഷ്യ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഇന്റർ കോണ്ടിനെന്റൽ മിസൈൽ ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് ഉക്രൈനിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു, അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് റഷ്യ അവകാശപ്പെടുന്നത് ഉക്രൈനെ ഞങ്ങൾ അറ്റാക്ക് ചെയ്തതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം റഷ്യന്റെ പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്നത്, ഏത് മിലിറ്ററി ബേസ് അല്ലെങ്കിൽ ഏത് കൺട്രിയാണോ നമ്മള് റഷ്യനെ ഉപദ്രവിക്കാൻ, അതായത് റഷ്യനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിച്ചത്, അതായത് ആ മിസൈൽ കൊടുത്ത ഏത് കൺട്രിയാണോ ആ കൺട്രിക്കെതിരെയും നമ്മൾ നമ്മളുടെ വെപ്പൺസ് യൂസ് ചെയ്യുമെന്നാണ് റഷ്യ പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ത്രെറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. US-നും UK-ക്കും എതിരെ ഡയറക്റ്റ് ത്രെറ്റ് കൊടുത്തിട്ടുണ്ട്, സ്ട്രൈക്ക് ചെയ്യുമെന്നുള്ള ഒരു ത്രെറ്റാണ് റഷ്യ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഈ ഒരു യുദ്ധം, അതായത് ഉക്രൈൻ റഷ്യ എന്നുള്ള യുദ്ധം, അത് മാറിയിട്ട് US UK-യിലേക്കും കൂടി അത് കൂടുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങോട്ടേക്കും കൂടി പോകുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി അതേസമയം ഒരു കാര്യം കൂടി റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മാസ് പ്രൊഡക്ഷൻ ഓഫ് ഹൈപ്പർസോണിക് മിസൈലിന്റെ മാസ് പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്. കാരണം അത് ഓർഡർ ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, മിസൈൽ പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടി ഉക്രൈൻ വാറിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് റഷ്യൻ പ്രസിഡന്റ് ഒരു ഓർഡർ കൂടി ഇട്ടിട്ടുണ്ട്. എന്നാൽ നമ്മൾ US-ന്റെ ഇൻവോൾവ്മെന്റ് നോക്കുകയാണെങ്കിൽ 2 കാര്യം നോക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഹിസ്റ്ററിയിലേക്ക് പോകണം. വേൾഡ് വാർ ടൂവിൽ US-ന്റെ ഇൻവോൾവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനമായിരുന്നു US യുദ്ധത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ US ഇറങ്ങുന്നതോടുകൂടി ആ യുദ്ധം തീരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, എൻഡാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ US-ന്റെ ഇൻവോൾവ്മെന്റ് ഫസ്റ്റ് മുതലേ, വാർ തുടങ്ങുന്ന മുതൽ ഉണ്ടായിരുന്നു. അതിനുള്ള കാരണം എന്ന് പറയുന്നത്, ഇത് നോക്കിയാൽ മതി. അതായത് US became the major supplier of weapons, ammunition and other goods. അതായത് വാറിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, വെപ്പൺസും കാര്യങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്നത് US ആയിരുന്നു ആ യുദ്ധത്തിലൂടെ. ഈ സപ്ലൈ ചെയ്തതിലൂടെ വലിയൊരു ഹൈ ലെവൽ ഓഫ് പ്രോഫിറ്റ് US ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ സെയിം കാര്യം തന്നെയാണ് US ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് വെപ്പൺസ് ഉക്രൈന് കൊടുത്ത് ഉക്രൈൻ യൂസ് ചെയ്യുന്നു എന്നുള്ളത്. എന്നാൽ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത്രയും വർഷം, അതായത് 3 വർഷം ഏകദേശമായി ഈ വാർ നടന്നുകൊണ്ടിരിക്കുന്നത്.
പക്ഷേ ഇത്രയും കാലം കൊടുക്കാത്ത ഒരു പെർമിഷൻ US എന്തുകൊണ്ടാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്? കാരണം US ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ജോ ബിഡന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസാണ്. ഈ ഓഫീസാണ് ഇപ്പോൾ എന്ത് ചെയ്യാം, ഈ ഒരു ഓതറൈസേഷൻ കൊടുത്തിട്ടുള്ളത് ഉക്രൈനോട് യൂസ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ നമുക്ക് ഇപ്പോൾ US പ്രസിഡൻഷ്യൽ ഇലക്ഷൻ കഴിഞ്ഞു. ട്രംപ് ഇലക്ഷനിൽ വിക്ടറി ജയിച്ചിട്ടുണ്ടായിരുന്നു, ഇലക്ടഡ് ആയിട്ടുണ്ടായിരുന്നു. എന്നാൽ ട്രംപ് ഇതുവരെ ജോയിൻ ചെയ്തില്ല. ട്രംപ് ജോയിൻ ചെയ്യുന്നത് ജാനുവരിയിലാണ് ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷൻ ടെനർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുവരെ ജോ ബിഡൻ ആയിരിക്കും അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ട്രംപിന്റെ ഇലക്ഷൻ അജണ്ടയിലുള്ള ഒരു കാര്യമായിരുന്നു വേൾഡ് പീസ് എന്ന് പറയുന്ന കാര്യം. അതായത് ഈ ഒരു വാറ് നിർത്തലാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ജോ ബിഡന്റെ അഡ്മിനിസ്ട്രേഷൻ എന്താണ് ഈ ഒരു കാര്യത്തിന് കുറച്ചും കൂടി ടഫ് ആയി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഈ ഒരു പ്രശ്നം കുറച്ചും കൂടി എസ്കലേറ്റ് ചെയ്തിട്ട് രൂക്ഷമാക്കിയിട്ടാണ് ജോ ബിഡന്റെ ഓഫീസ് ഇവിടുന്ന് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ഇത് മറ്റൊരു എക്സ്പേർട്സിന്റെ ഒപ്പീനിയൻ ആണ്. ഓക്കെ, ഈ രണ്ട് ഒപ്പീനിയൻസ് ആണ് US ഇൻവോൾവ്മെന്റ് ഇതിൽ തെളിയിക്കുന്നത്. ഇനി ഇത് എസ്കലേറ്റ് ആയി രൂക്ഷമായിട്ട് ഇതൊരു വേൾഡ് വാറിലേക്ക് വന്നാൽ ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്തായിരിക്കും? ഇന്ത്യ ആർക്കൊപ്പം നിൽക്കും? ഇന്ത്യ റഷ്യന്റെ ഒപ്പം നിൽക്കുമോ? അല്ല ഇന്ത്യ റഷ്യന്റെ ഒപ്പം നിൽക്കുമോ? അല്ല ഉക്രൈൻ അതുപോലെ US എന്ന സഖ്യത്തിന്റെ ഒപ്പം നിൽക്കുമോ? നമുക്ക് നോക്കുകയാണെങ്കിൽ റഷ്യന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ റഷ്യ എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഡിഫൻസ് സപ്ലയർ ആണ്. അതായത് വൺ ഓഫ് ദി ബെസ്റ്റ് ഡിഫൻസ് സപ്ലയർ ആണ്. അതുപോലെ റഷ്യയും അതുപോലെ ഫ്രാൻസും അതിലൊന്നാണ് റഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ റഷ്യക്കെതിരെ ഇന്ത്യ നിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഇഷ്യൂസിലൊക്കെ കൂടുതലും മീഡിയേഷനിൽ അല്ലെങ്കിൽ ടോക്കിൽ നിൽക്കുന്നത് റഷ്യയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് റഷ്യനെ തള്ളി പറയാൻ പറ്റില്ല. ഇപ്പൊ എല്ലാം റഷ്യയുമായിട്ടുള്ള ബന്ധം പണ്ട് കാല ഹിസ്റ്ററിയിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. ഇനി US പിണക്കാൻ പറ്റും. US പിണക്കുന്ന ഒരു കാര്യത്തിൽ എന്ന് പറയുന്നത് US കണ്ണിൽ ഇന്ത്യ എന്ന് പറയുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് ട്രേഡറാണ്, ട്രേഡിംഗ് പാർട്ട്ണറാണ് ഇന്ത്യ എന്ന് പറയുന്നത് US. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് US പിണക്കാൻ പറ്റില്ല. ഇനി ഉക്രൈൻ നോക്കാം. ഉക്രൈന്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ നമ്മളുടെ ഫെർട്ടിലൈസേഴ്സും കാര്യങ്ങളൊക്കെ കുറെയൊക്കെ അവിടെ നിന്നാണ് വരുന്നത്. ഇപ്പൊ യുദ്ധം സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം അതിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാലും അവിടെ നിന്നാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉക്രൈൻ US സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ റഷ്യനെ തള്ളി പറയുന്ന പോലെ ആവും, അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആവും. അതുകൊണ്ട് അത് പറ്റില്ല. അപ്പം ഇവിടെ വരുന്ന ഒരു കാര്യമാണ് നമ്മളുടെ പണ്ടത്തെ സെയിംസ് ആണ് നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്. ഈ നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് നമുക്കറിയാം വേൾഡ് വാറിന്റെ സമയത്ത് രണ്ട് സഖ്യത്തിലും ചേരാതെ നോൺ അലൈൻ ആയിട്ട് നിൽക്കുന്ന ഒരു നമ്മളെ കുറച്ച് രാജ്യങ്ങൾ തമ്മിൽ തുടങ്ങിയ ഒരു മൂവ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പാണ് ഈ നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഗ്രൂപ്പിന്റെ ഇമ്പോർട്ടൻസ് അവിടെ. അതുപോലെ തന്നെ ഇന്ത്യയുടെ പോളിസീസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇന്ത്യ എപ്പോഴും പീസ്, അതായത് ടെററിസം അതുപോലെ തന്നെ വാർ അതിനൊക്കെ എതിരാണ് ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. എപ്പോഴും ഇന്ത്യന്റെ പോളിസി എന്ന് പറയുന്നത് അങ്ങനെയാണ്. വേൾഡ് പീസ് ആണ് ഇന്ത്യയുടെ അജണ്ട എന്ന് പറയുന്നത്. വേൾഡ് റിലേഷൻഷിപ്പിലെ ഇന്ത്യയുടെ അജണ്ട എന്ന് പറയുന്നത് വേൾഡ് പീസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരു വാറിനും കയറാനുള്ള സാധ്യതയില്ല. ഇനി ഈ ഒരു കാര്യം എസ്കലേറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ, അതായത് രൂക്ഷമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്താണെന്ന് നമുക്ക് കണ്ടറിയേണ്ടി വരും. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.